പശ്ചിമ ബംഗാളിൽ ഇത്തവണ താമര വിരിയിക്കാമെന്ന അമിത്ഷായുടെ നീക്കങ്ങൾക്ക് ആദ്യ പ്രഹരം നൽകി ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി. ബീഹാർ തെരഞ്ഞെടുപ്പിലൂടെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഏറെ ചർച്ചയായ അസദുദ്ദീൻ ഒവൈസിയെയും അദ്ദേഹത്തിന്റെ പാർട്ടിയായ AIMIMനെയും തങ്ങൾക്കൊപ്പം നിർത്താനാണ് മമതയുടെ ശ്രമം. ബംഗാളിലെ മുസ്ലിം വോട്ടുകൾ ഒരു കാരണവശാലും BJPക്ക് അനുകൂലമാവാതിരിക്കാനുള്ള നീക്കമാണ് ഉവൈസിയുമായുള്ള സഖ്യത്തിലൂടെ മമത കണക്കുകൂട്ടുന്നത്. കൂടാതെ ബീഹാറിലെ പോലെ ഉവൈസിയുടെ നീക്കം BJPക്ക് അനുകൂലമാവാതിരിക്കാനും മമത ശ്രദ്ധിക്കുന്നുണ്ട്. ബീഹാർ തെരഞ്ഞെടുപ്പിന് പിന്നാലെ അടുത്ത വർഷം നടക്കാനിരിക്കുന്ന ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലും തന്റെ പാർട്ടി മത്സരിക്കുമെന്ന് ഒവൈസി വ്യക്തമാക്കിയിരുന്നു. ബംഗാളിൽ മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്ക് ഏറെ സ്വാധീനമുള്ള ബംഗാൾ അതിർത്തി പ്രദേശങ്ങളാണ് ഒവൈസിയുടെ പാർട്ടി പ്രധാനമായും ലക്ഷ്യമിടുന്നത്. രാഷ്ട്രീയമായി ന്യൂനപക്ഷ അവകാശങ്ങൾക്കു വേണ്ടി ശക്തമായി വാദിക്കുന്ന ഒവൈസിയുടെ AIMIM കേന്ദ്രത്തിലിരിക്കുന്ന BJPയെ ശക്തമായി എതിർക്കുന്ന പാർട്ടി കൂടിയാണ്. പ്രധാനമായും ഹൈദരാബാദിൽ മാത്രം സ്വാധീനമുണ്ടായിരുന്ന AIMIM പാർട്ടിയെ ദേശീയ ശ്രദ്ധയിലേക്ക് എത്തിച്ചത് പാർട്ടിയുടെ അധ്യക്ഷനും ഹൈദരാബാദ് MP-യുമായ അസദുദ്ദീൻ ഒവൈസി തന്നെയാണ്. മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്കായി പാർലമെന്റിൽ നടത്തിയ പോരാട്ടങ്ങളിലൂടെയാണ് അദ്ദേഹം ശ്രദ്ധ പിടിച്ചു പറ്റിയത്. കേന്ദ്രത്തിലെ BJP സർക്കാർ മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്കെതിരായി കൊണ്ടുവന്ന പല ബില്ലുകൾക്കെതിരെയും ഒറ്റയ്ക്ക് നിന്ന് പോരാടി ഒവൈസി ധൈര്യം കാട്ടി. പൗരത്വ ഭേദഗതി ബില്ലിനെതിരായ പ്രതിഷേധം രാജ്യം മൊത്തം വ്യാപിച്ചപ്പോൾ ബില്ലിനെതിരെ പാർലമെന്റിൽ ഒവൈസി നടത്തിയ പ്രസംഗം ദേശീയ ശ്രദ്ധ ആകർഷിച്ചിരുന്നു. ഇതുവഴി രാജ്യത്തെ മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്കിടയിൽ വലിയ സ്വാധീനമുണ്ടാക്കാൻ ഒവൈസിക്കും ഒവൈസിയുടെ പാർട്ടിക്കും സാധിച്ചിട്ടുണ്ട്. അതിനാൽ തന്നെ മുസ്ലിങ്ങൾക്ക് മറ്റു പ്രതിപക്ഷ പാർട്ടിയേക്കാൾ ഏറെ വിശ്വാസം AIMIMന് ലഭിക്കുന്നു എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ബീഹാർ തെരഞ്ഞെടുപ്പ്. ബീഹാറിൽ 24 സീറ്റുകളിൽ മത്സരിച്ച AIMIMന് 5 സീറ്റുകൾ ലഭിച്ചതും ഇതുകൊണ്ട് തന്നെയാണ്. എന്നാൽ ബീഹാറിലെ സീമാഞ്ചൽ മേഖലയിലെ 16 ഇടങ്ങളിൽ മഹാസഖ്യത്തിന്റെ വോട്ടുകൾ ഭിന്നിപ്പിച്ച NDA വിജയിപ്പിച്ചത് ഉവൈസിയാണെന്ന വിമർശനവും ശക്തമായി ഉയർന്നിരുന്നു. ഇതുകൂടി കണക്കിലെടുത്താണ് ഒവൈസിയെ തങ്ങൾക്കൊപ്പം നിർത്താൻ മമത ഒരുങ്ങുന്നത്. ബീഹാറിൽ എന്ന പോലെ ബംഗാളിലും മുസ്ലിം വോട്ടുകൾ ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെയാണ് ഒവൈസി കളത്തിലിറങ്ങുന്നത്. മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്ക് ഏറെ സ്വാധീനമുള്ള ബംഗാളിലെ അതിർത്തി പ്രദേശങ്ങളിൽ സ്ഥാനാർത്ഥികളെ നിർത്താൻ AIMIM ലക്ഷ്യമിടുന്നുണ്ട്. ബംഗാളിലെ മുസ്ലിങ്ങൾക്കിടയിലെ മുസ്ലിം ആത്മീയ നേതാവ് അബ്ബാസ് സിദ്ദീഖിയെയും ഒവൈസിക്കൊപ്പം ഉണ്ടാവുമെന്നാണ് റിപ്പോർട്ടുകൾ. പശ്ചിമ ബംഗാളിൽ 31% മുസ്ലിം വോട്ടേഴ്സിന് സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ വലിയ സ്വാധീനമാണുള്ളത്. അതിനാൽ തന്നെ ഉവൈസിയെ ഒറ്റയ്ക്കായി തെരഞ്ഞെടുപ്പ് നേരിടാൻ ഇറക്കുന്നത് ബുദ്ധിയല്ലെന്ന് മമതയ്ക്ക് നല്ലപോലെ അറിയാം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബംഗാളിൽ നേടിയ അപ്രതീക്ഷിത വിജയത്തിന്റെ ആത്മവിശ്വാസത്തിലുള്ള BJP നിയമസഭാ തെരഞ്ഞെടുപ്പോടെ ബംഗാൾ പിടിക്കാമെന്ന പ്രതീക്ഷയിലാണ്. അതിനാൽ തന്നെ മമതയ്ക്കും ഇത് അഭിമാന പോരാട്ടമാണ്. BJPയെ പുകച്ച് പുറത്തു ചാടിക്കാൻ മമത ഏത് സഖ്യത്തിനും തയ്യാറാകും. BJPയുടെ ബംഗാൾ മിഷൻ സാധ്യമാവുമോ? അല്ലെങ്കിൽ BJPയുടെ മിഷനെ പ്രതിരോധിക്കാൻ മമതയ്ക്കാവുമോ? എന്തായാലും രാജ്യം വരും നാളുകളിൽ ഉറ്റുനോക്കുന്നതും ബംഗാളിലേക്ക് തന്നെയാണ്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള. Mama's dishwash liquid, soft on hands.